ഗോകുൽ കെ വേണുഗോപാൽ കണ്ണൂരിൽ നിന്ന്. ഗോകുല്, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ഉള്ളത് കണ്ണൂരാണ്. ഈ വിഷയം തുടങ്ങുന്നത് കണ്ണൂരിൽ നിന്നാണ്. എന്താണ് കണ്ണൂരിലെ തൽസ്ഥിതി? അവിടെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ ഈ പറയുന്ന സമരാനുകൂലികൾ എത്തിയത്? സുഹേലി, ഇപ്പോൾ ഇവിടെ നാഷണൽ ജനതാദളിന്റെ ഒരു പ്രതിഷേധമാണ്. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദിയായ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നാഷണൽ ജനതാദളിന്റെ മാർച്ച്. അതിന്റെ ഭാഗമായിട്ട് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് പോലീസിനെ കണ്ണുവെട്ടിച്ച് കയറിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേരത്തെ തന്നെ ചില പ്രവർത്തകരൊക്കെ ബാരിക്കേഡ് മറികടന്ന് ഇപ്പുറത്തേക്ക് വരികയും അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഒരു വനിതാ പ്രവർത്തക ബാരിക്കേഡ് സമീപത്തു കൂടി ഇപ്പുറത്തേക്ക് വരികയും ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അവർ നിലത്ത് വീണ് കിടക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ചുറ്റും പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒരു 50ഓളം വരുന്ന പ്രവർത്തകർ അല്പസമയം മുമ്പാണ് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് പ്രകടനമായി എത്തുകയും പിന്നീട് SP ഓഫീസിന് കുറച്ചപ്പുറത്ത് നിന്ന് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് പോലീസ് അത് തടയുകയും ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു, ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിക്കുകയും ഉദ്ഘാടന പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് രണ്ട് പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഇപ്പുറത്തേക്ക് എത്തിയിട്ടുള്ളത്. അതിനുശേഷം പ്രവർത്തകരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാരിക്കേഡിന് സമീപത്ത് കൊണ്ട് ഒരു വനിതാ പ്രവർത്തക ഇപ്പുറത്തേക്ക് വരികയും ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തത്. അവരിപ്പോഴും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുനയിപ്പിക്കാൻ വേണ്ടി പോലീസിന് സാധിച്ചില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പായിരുന്നു ഈ മാർച്ച് ഇങ്ങോട്ടേക്ക് ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നിതിൻ രാജിന്റെ മരണശേഷം എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള മാർച്ചുകൾ ദന്തർ കോളേജിലേക്കോ അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തേക്കോ കമ്മീഷണർ ഓഫീസിലേക്കോ ഒക്കെ നടക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്നതിന്റെ ഭാഗമായി ഹർത്താൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഹർത്താലിന്റെ ഭാഗമായി രാവിലെ ചില പ്രവർത്തകരൊക്കെ കാൾടെക്സ് ജംഗ്ഷനിൽ തമ്പടിക്കുകയും വാഹനങ്ങൾ തടയുകയും ജനജീവിതത്തിൽ ദുസ്സഹമാവുന്ന ചില പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ പ്രവർത്തകരൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായി. കണ്ണൂരിലും പന്നീരിലും പഴയങ്ങാടിയിലും പയ്യന്നൂരിലുമൊക്കെ ആയിരുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറിയിരുന്നത്. പിന്നീട് ഈ സമരവുമായി ബന്ധപ്പെട്ട വാഹനം തടയലോ അല്ലെങ്കിൽ കടകൾ അടപ്പിക്കലോ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് അല്പസമയം മുമ്പ് നാഷണൽ ജനതാദൾ അവരുടെ സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ചാണ്. സംസ്ഥാന കമ്മിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുകയും അത് പോലീസ് തടയുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഒരു വനിതാ പ്രവർത്തകയാണ്. പറഞ്ഞോ. ഹലോ ഹലോ അതിരൂക്ഷമായ അധിക്ഷേപം നേരിട്ട സ്റ്റാഫ് റൂം വിചാരണയിൽ മനം നൊന്തുപോലെ നിതിൻ രാജിന്റെ മരണത്തിൽ ആത്മഹത്യയിൽ ഇപ്പോഴും പ്രധാന പ്രതിയായ ഡോക്ടർ റാം ഒളിവിലാണ്. സെഷൻസിലെ ജാമ്യാപേക്ഷ തള്ളിയിട്ട് ഹൈക്കോടതി നിന്ന് വിധി വരും വരെ പോലീസ് അയാളെ പിടികൂടാതെ കാക്കുന്നതിലടക്കമുള്ള പ്രതിഷേധം, നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം, അങ്ങനെ എല്ലാം ജനുവിനായ എല്ലാം മാന്യമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ദളിത് സംഘടനകളുടെ ഹർത്താൽ പുരോഗമിക്കുന്നു. ചിലയിടങ്ങളിൽ അത് സംഘർഷഭരിതമാകുന്നു. അപ്പോഴും ഹർത്താൽ നിസ്സാരവൽക്കരിച്ച ജനത അതിനൊരു കാരണമാകുന്ന ആരോപണം കൂടി ദളിത് സംഘടന ഉയർത്തുന്നു. ഈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.